Okay, see here in this is the picture of an electric bell. In this electric bell, I will share the video. Okay. Okay, this is the picture of an electric bell. In this you see here electromagnet is there. Electromagnet, two magnets. See here this coil. See this coil has a very little magnetic power. So they have inserted two iron bars inside it. So it has a high power magnetic capacity. ഇതിനിപ്പോൾ കൂടുതൽ മാഗ്നറ്റിക് പവർ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇത് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ഈ കറണ്ട് ഇതിലെ പാസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഈ സാധനം ഹാമർ എന്ന് പറഞ്ഞാൽ ചുറ്റിക എന്ന് വെച്ചാൽ ഇവിടെ ചുറ്റിക വലിയ ചുറ്റികല്ല ഉദ്ദേശിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു? ഈ ഗോമുമായിട്ട് പെട്ടെന്ന് കണക്റ്റഡ് ആകും. ഇതെല്ലാം കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഗോങ് എന്ന് പറയുന്നത് ഇവിടെ അയൺ ആയിരിക്കും. അപ്പൊ മാഗ്നറ്റിക് കപ്പാസിറ്റി ഉള്ള അത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ ഇലക്ട്രിക് ബെൽ. When the switch is pressed on, current flows in the electromagnet. It then attracts the iron rod towards itself, causing the hammer to strike the gong. At the same time, the armature loses contact with the screw and the current is switched off. This causes the electromagnet to lose its magnetism and to armature springs back to its original position. To close the circuit once again, current flows again and the cycle repeats itself till the current is switched off. അപ്പോൾ കറണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓരോ തവണ കേൾക്കുന്നുണ്ടോ? അതായത് നമ്മൾ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? വീണ്ടും വീണ്ടും സൗണ്ട് കേൾക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൂടെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? സോ ഇത് ഇലക്ട്രോമാഗ്നറ്റിന്റെ ഒരു നമ്മളുടെ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഇലക്ട്രിക് ബെൽ. ഓക്കെ.